ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്ക് എന്ന എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം. ജേർണലിസത്തിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് സെമസ്റ്റർ BA മലയാളം കോംപ്ലിമെൻ്ററി കോഴ്സാണ്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇനി 4ാമത്തെ മോഡലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ മോഡൽ നമ്മൾ നോക്കി, അതുപോലെ ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കി. ഇനി അടുത്തതാണ് ഓസ്ഗൂഡ് ആൻഡ് ശ്രാംസ് സർക്കുലാർ മോഡൽ. അപ്പോൾ ഓസ്ഗൂഡിൻ്റെയും ശ്രാമിൻ്റെയും സർക്കുലാർ മോഡലാണ് അടുത്തതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി സർക്കുലാർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ഓസ്ഗൂഡ് ആണ്. എന്നിട്ട് അത് അഡാപ്റ്റ് ചെയ്യാണ് വിൽബർ ശ്രാം ചെയ്തത്. 1954 വിൽബർ ശ്രാം ഈ ഒരു മോഡൽ അഡാപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി എന്താണ് ആ ഹൈലി സർക്കുലാർ ആയിട്ടുള്ള ഈ ഒരു മോഡൽ എന്ന് നമുക്ക് നോക്കാം. They conceived decoding and encoding as activities maintained simultaneously by sender and receiver. അപ്പോൾ എന്താ പറയുന്നത്, ഡീകോഡിങ്ങിനെയും എൻകോഡിങ്ങിനെയും ഒരു സൈമൾട്ടേനിയസ്ലി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഇവർ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ സൈമൾട്ടേനിയസ്ലി എന്ന് വെച്ചാൽ എന്താണ്, തുടർച്ചയായിട്ട് ഒന്ന് കഴിഞ്ഞ് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എൻകോഡിങ്ങിനെയും ഡീകോഡിങ്ങിനെയും ഓസ്ഗൂഡ് ആൻഡ് ശ്രാംസ് മോഡലിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻകോഡിങ്ങും ഡീകോഡിങ്ങും എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? മുൻപ് പറഞ്ഞിട്ടുണ്ട് എൻകോഡിങ് എന്താണ്, ഡീകോഡിങ് എന്താണ്. എൻകോഡിങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഡീകോഡിങ് അത് മനസ്സിലാക്കി എടുക്കുക. ബിസൈഡ്സ് ദ എൻകോഡർ ആൻഡ് ഡീകോഡർ ആർ ഡിസ്ക്രൈബ്ഡ് ഈക്വൽസ് പെർഫോമിംഗ് ഐഡൻറ്റിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ എൻകോഡറും ഡീകോഡറും ഈക്വൽസ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ഐഡൻറ്റിക്കൽ ഫങ്ഷനായിട്ട് അവർ രണ്ടുപേരും പെർഫോം ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരേപോലത്തെ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ദർ ഈസ് ഓൾസോ എ പ്രൊവിഷൻ ഫോർ ഫീഡ്ബാക്ക് ഇൻ ദിസ് മോഡൽ. അപ്പോൾ ഇവിടെ എന്താണ്, ഫീഡ്ബാക്കിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ നിർബന്ധമായിട്ടും കിട്ടുന്ന ഒരു കാര്യമാണ്. എ നോഷൻ ഓഫ് ഇന്റർപ്രറ്റർ ആസ് എൻ അബ്സ്ട്രാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പ്രോബ്ലം ഓഫ് മീനിങ്. അപ്പോൾ ഇവിടെ പ്രോബ്ലം അല്ലെങ്കിൽ നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളായിട്ടാണ് ഇൻ്റർപ്രറ്റർ എന്ന ഒരു നോഷൻ കൊടുത്തിട്ടുള്ളത്. ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാമം കൊടുത്തിട്ടുണ്ട്. ആ നാമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നോയ്സ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പ്രോബ്ലം, അതിനെയാണ് ഇൻ്റർപ്രറ്ററിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഹൈലി സർക്കുലാർ എന്ന് പറയുന്ന ഈ ഒരു മോഡലിലേക്ക് നിങ്ങൾ നോക്കുക. ഫസ്റ്റത്തെ ആ ഒരു ഒരു റൗണ്ടിനുള്ളിൽ, ഒരു വട്ടത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്? എൻകോഡർ ഉണ്ട്, ഇൻ്റർപ്രറ്റർ ഉണ്ട്, ഡീകോഡർ ഉണ്ട്. ഓക്കെ, അടുത്ത ആ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ ഡീകോഡർ, ഇൻ്റർപ്രറ്റർ, എൻകോഡർ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വട്ടത്തിൽ, ഫസ്റ്റ് വട്ടത്തിൽ നിന്ന് എൻകോഡറിന് ആരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡീകോഡറിലേക്ക് അല്ലേ? അപ്പോൾ എൻകോഡറിൽ നിന്ന് മെസ്സേജ് ഡീകോഡറിൽ എത്തുന്നു. ഇനി അപ്പോൾ ഡീകോഡർ പിന്നത്തെ കമ്മ്യൂണിക്കേഷനിൽ എന്തായി മാറുന്നു? എൻകോഡറായി മാറുന്നു. മനസ്സിലാക്കിയെടുത്ത് ഫീഡ്ബാക്കായിട്ട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ മറുപടി പറയുന്ന ആ ഒരാൾ എൻകോഡറായി മാറുന്നു. വീണ്ടും ഈ എൻകോഡർ പറയുന്ന മെസ്സേജ് മനസ്സിലാക്കിയെടുക്കുന്ന ആളായിട്ട് അടുത്ത ആൾ മാറുന്നു. അപ്പോൾ അയാൾ എന്താവുന്നു? ഡീകോഡർ ആകുന്നു. അപ്പോൾ ഈ ഒരു സോഴ്സിൻ്റെയും റിസീവറിൻ്റെയും സ്ഥാനം സൈമൾട്ടേനിയസ്ലി ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നു, അതായത് നോയ്സുകൾ വരുന്നു, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ആളുകൾ ഇടയ്ക്ക് വരുന്നു. അതൊക്കെ അതിൽ നടുവിലായിട്ട്, മധ്യത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻ്റർപ്രിറ്റർ. അപ്പോൾ മെസ്സേജിനെ ഒരാൾ എൻകോഡ് ചെയ്യുന്നു, അടുത്ത ആൾ അത് ഡീകോഡ് ചെയ്യുന്നു. ഉടൻ തന്നെ ഡീകോഡർ എൻകോഡറായി മാറുന്നുണ്ട്. എങ്ങനെ? അയാൾ മറുപടി പറയുമ്പോൾ അയാൾ വീണ്ടും സോഴ്സായി മാറുന്നു, അല്ലെങ്കിൽ എൻകോഡറായി മാറുന്നു. അയാൾ എൻകോഡർ ആയി മാറുന്നു, അയാൾ ആ മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നു. വീണ്ടും സോഴ്സ് എന്തായി മാറുന്നു? ഡീകോഡറായി മാറുന്നു. അപ്പോൾ ആ സോഴ്സ് ആ ഒരു മറുപടീനെ മനസ്സിലാക്കി എടുക്കുന്നു. മനസ്സിലായല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തതാണ് ഡെയ്ൻസ് ഹെലിക്കൽ മോഡൽ. അപ്പോൾ ഓസ്ഗൂഡ് ആൻഡ് ശ്രാംസ് മോഡലിൻ്റെ ഒരു
പ്രത്യേകത എന്താണ്? ഇത് ഹൈലി സർക്കുലാർ ആണ്. അതുപോലെ സൈമൾട്ടേനിയസ്ലി ആയിട്ട് എൻകോഡിങ്ങും ഡീകോഡിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ആ ഒരു ചേഞ്ചിങ് സൈമൾട്ടേനിയസ്ലി ആയിട്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ പ്രൊവിഷൻ ഫോർ ഫീഡ്ബാക്കിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ നോയ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റർപ്രറ്റർ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് ഡെയിൻസസ് ഹെലിക്കൽ മോഡൽ. അപ്പോൾ ഇനി അടുത്തത് ഹെലിക്കൽ മോഡലാണ്. ഇത് 1967 അദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്? ഫ്രാങ്ക് എക്സ് ഡെയിൻസ്. അപ്പോൾ ഫ്രാങ്ക് എക്സ് ഡെയിൻസ് എന്ന് പറയുന്ന ആ ഒരു സ്കോളറാണ് ഇങ്ങനെ ഒരു മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ്? ഒരു ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഒരാൾ, ഞാൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസിൻ്റെ മോഡലാണ് ഈ ഒരു ഹെലിക്കൽ മോഡൽ. അപ്പോൾ ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് കുറച്ച് അറിവുകളേ ഉള്ളൂ. കൂടാതെ ഞാൻ അധികം കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നത് ചെറുതായിട്ട് തുച്ഛമായിട്ടൊക്കെയാണ് ചെയ്യുന്നുള്ളൂ. അതുപോലെ അമ്മേനെ വിളിക്കുക, എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയുക എന്നൊക്കെ ചെയ്തിരുന്ന ഞാൻ പിന്നീട് വളരും തോറും എൻ്റെ അറിവ് കൂടുന്നു, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുന്നു, ജീവിതത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിനനുസരിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇങ്ങനെ കൂടി വരുന്നു. കൗമാരത്തിലെത്തുമ്പോഴും അത് കഴിഞ്ഞ് യൗവനത്തിലെത്തുമ്പോഴും അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുമ്പോഴും അതിൻ്റെ തോത് കൂടി വരുന്നു. ലാസ്റ്റ് അത് ഇൻഫിനിറ്റിയിൽ ലയിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ലെവൽ ഇൻഫിനിറ്റിയിൽ ലയിക്കുന്നു. അതായത് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അനന്തതയിൽ അത് വിലയിക്കുന്നു. അതാണ് ആ ഒരു ഹെലിക്കൽ മോഡൽ. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. Frank X. Dance in his book Human Communication Theory depicts communication as a dynamic process. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ് ആണെന്നാണ് ഫ്രാങ്ക് എക്സ് ഡെയിൻസ് എന്ന് പറയുന്ന ആൾ പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ള ബുക്ക് ഏതാണ്? ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ തിയറി. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്ക്. The helix represents the way communication evolves in an individual from his birth to the existing moment. അപ്പോൾ ഹെലിക്സ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? The way of communication. The way communication evolves in an individual. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വേ ഒരു ഇൻഡിവിജ്വലി ഇവോൾവ് ചെയ്യുന്ന ആ ഒരു വേ, അതാണ് ഹെലിക്സ് റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം ഹിസ് ബർത്ത് ടു ദ എക്സിസ്റ്റിംഗ് മൊമെൻറ്റ്, അദ്ദേഹം ജനിച്ച് അതുമുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ. ഇറ്റ് ഡയറക്ട്സ് വൺസ് അറ്റൻഷൻ ടു ദ ഫാക്ട് ദാറ്റ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് മൂവ്സ് ഫോർവേഡ് ആൻഡ് ദാറ്റ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് നൗ വിൽ ഇൻഫ്ലുവൻസ് ദ സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മിങ് ലേറ്റർ ഓൺ. അപ്പോൾ ഇത് എന്തിൽക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ് മൂവ്സ് ഫോർവേഡ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് മൂവ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? എന്താണോ നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതിൻ്റെ സ്ട്രക്ചറിനെ. അതിൻ്റെ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആൻഡ് കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മിങ് ലേറ്റർ ഓൺ. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ആ ഒരു കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷനും അതിൻ്റെ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെലിക്സ് മോഡൽ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബർത്ത് മുതൽ എക്സിസ്റ്റിംഗ് മൊമെൻറ്റ് വരെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ദ വേ കമ്മ്യൂണിക്കേഷൻ ഇവോൾവ്സ് ഇൻ എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ആ ഒരു ഇവോൾവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലാണ് എന്ത്? ഡെയിൻസിൻ്റെ ഹെലിക്കൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്ത മോഡലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത മോഡൽ ഏതാണ്? ബെർലോസ് SMCR മോഡൽ. ബെർലോസിൻ്റെ SMCR മോഡലാണ് അടുത്ത ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഇതിൽ 4 കണ്ടൻസ് ആണുള്ളത്. SMCR അതൊക്കെ ഓരോന്നിനെ ഓരോ എലമെൻസിനെ കുറിക്കുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷനിലെ ഓരോ എലമെൻറ്റിനെയും കുറിക്കുന്നുണ്ട് ഈ ഒരു SMCR എന്ന് പറയുന്ന 4 കമ്പോണൻസ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്തിനെ കുറിക്കുന്നു? സോഴ്സ്. എം എന്തായിരിക്കും? മെസ്സേജ്. അതുപോലെ സി എന്തായിരിക്കും? ചാനൽ.
ആൻഡ് 6 റിസീവർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോഡൽ SMCR മോഡൽ ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ബെർലോയുടെ SMCR മോഡൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് സ്ട്രെസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് റിസീവർ. അപ്പോൾ സോഴ്സും റിസീവറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇത് സ്ട്രെസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ദ മോർ ഹൈലി ഡെവലപ്ഡ് ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓഫ് ദ സോഴ്സ് ആൻഡ് ദ റിസീവർ, ദ മോർ എഫക്റ്റീവ്ലി ആൻഡ് മെസ്സേജ് വിൽ ബി എൻകോഡഡ് ആൻഡ് ഡീകോഡഡ്. അപ്പോൾ സോഴ്സും റിസീവറും തമ്മിലുള്ള റിലേഷൻ ഈ ഒരു കമ്മ്യൂണിക്കേഷനെ വേരി ചെയ്തേക്കാം, അതായത് വേരിയബിൾ ആയേക്കാം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വേരിയബിൾ ആകാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് റിസീവർ എന്ന് പറയുന്നത്. ദ മോർ ഹൈലി ഡെവലപ്ഡ് ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓഫ് ദ സോഴ്സ് ആൻഡ് ദ റിസീവർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടല്ലോ, റിസീവറിൻ്റെയും സോഴ്സിൻ്റെയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഹൈലി ഡെവലപ്ഡ് ആണെങ്കിൽ അത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ബാധിക്കും. ദ മോർ എഫക്റ്റീവ്ലി ദ മെസ്സേജ് വിൽ ബി എൻകോഡഡ് ആൻഡ് ഡീകോഡഡ്. അത് ഈ ഒരു റിസീവറിനും സോഴ്സിനും മെസ്സേജിനെ എൻകോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഹൈലി ഡെവലപ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നതാണ് ഈ ഒരു SMCR മോഡലിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം. ഇത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് സോഴ്സ് ആണ്. അതിൽ നിന്ന് ആരോ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് മെസ്സേജിലേക്ക്, അതിൽ നിന്ന് ആരോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാനലിലേക്ക്, അതിൽ നിന്ന് ആരോ ഇട്ട് കൊടുത്തിട്ടുണ്ട് റിസീവറിലേക്ക്. അപ്പോൾ അങ്ങനെ ഡീകോഡിങ്, എൻകോഡിങ്ങും ഡീകോഡിങ്ങും നടക്കുന്നു. സോഴ്സിൽ നിന്നും മെസ്സേജ് ഫസ്റ്റിൽ എൻകോഡ് ആകുന്നു, ലാസ്റ്റ് റിസീവറിലെത്തുമ്പോൾ അത് ഡീകോഡായി തീരുന്നു. ഇനി സോഴ്സിൻ്റെ അടിയിൽ കുറച്ച് ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൊടുത്തിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ്സ് കൊടുത്തിട്ടുണ്ട്, നോളജ് കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, കൾച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സോഴ്സിൻ്റെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന സോഴ്സിൻ്റെ കാഴ്ചപ്പാടിനെ ബാധിക്കുന്ന കാര്യം, അപ്പോൾ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യത്തെ ഈ 4 കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്വാധീനിക്കുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ്സ് സ്വാധീനിക്കുന്നുണ്ട്, നോളജ് സ്വാധീനിക്കുന്നുണ്ട്, സോഷ്യൽ സിസ്റ്റം സ്വാധീനിക്കുന്നുണ്ട്, കൾച്ചർ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സോഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ: കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ. ഓക്കെ, ഇനി അടുത്തത് മെസ്സേജിൻ്റെ അടിയിൽ 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കണ്ടൻറ്റ്, എലമെൻറ്റ്സ്, ട്രീറ്റ്മെൻറ്റ്, സ്ട്രക്ചർ, കോഡ്. അപ്പോൾ മെസ്സേജിനെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത്? അതിലെ കണ്ടൻറ്റ്, അതുപോലെ അതിലെ എലമെൻറ്റ്സ്, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നത്, അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ അതിൻ്റെ കോഡ്, അതായത് കോഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ്. ഇനി അടുത്തത് ചാനലിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണ് അതിനടിയിലുള്ള ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഹിയറിംഗ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്. അപ്പോൾ ചാനൽ ഏതൊക്കെയാണ്? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടുത്തെ ചാനൽസ് എന്തൊക്കെയാണ്? നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഹിയറിങ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിങ്, ടേസ്റ്റിംഗ്. ഇതെല്ലാം വഴി നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ നടത്താൻ കഴിയും. അപ്പോൾ ചാനലിൽ ഉള്ള ആൾക്കാരാണ് ഈ ഒരു 5 എണ്ണം. ഓക്കെ, അപ്പോൾ മുൻപുള്ളതെല്ലാം 5 എണ്ണമാണ് കേട്ടോ, സോറി. ഇനി അടുത്തത് ഈ ഒരു മെസ്സേജ് ഡീകോഡ് ആവാൻ പോവുകയാണ്. റിസീവറിലെത്തിയപ്പോൾ റിസീവറിനെ സ്വാധീനിക്കുന്ന ഈ ഒരു 5 ഘടകങ്ങൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ. അപ്പോൾ ഈ ഒരു 5 എണ്ണം റിസീവറിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഇത് ഡീകോഡ് ചെയ്ത് എടുക്കുമ്പോൾ റിസീവറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ ഒരു 5 എണ്ണം. അപ്പോൾ എൻകോഡ് ചെയ്യുമ്പോൾ സോഴ്സിനെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളും, റിസീവ് ചെയ്യുമ്പോൾ
അതിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റിസീവറിനെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളും സെയിം തന്നെയാണ്. എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ. ഓക്കെ, ഇനി മെസ്സേജ് എന്തൊക്കെയാവാം? മെസ്സേജിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കണ്ടന്റ്, എലമെന്റ്സ്, ട്രീറ്റ്മെന്റ്, സ്ട്രക്ചർ, കോഡ്. ഓക്കെ, ചാനൽസ് എന്തെല്ലാമാകാം? ഹിയറിങ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിങ്, ടെസ്റ്റിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബെർലോസിൻ്റെ SMCR മോഡൽ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഹെലിക്കൽ മോഡലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ഒരു മോഡലാണ് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു മോഡൽ മാസ് കമ്മ്യൂണിക്കേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. മാസ് കമ്മ്യൂണിക്കേഷനെ മോഡലാക്കിയിട്ടാണ് ഈ ഒരു മോഡൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് മോഡൽ എന്ന് നോക്കാം. BH വെസ്ലി ആൻഡ് MS മാക്ലീൻ ഇൻ ദർ ആർട്ടിക്കിൾ എ കൺസെപ്ച്വൽ മോഡൽ ഫോർ കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ഇൻ ജേർണലിസം ക്വാർട്ടർലി പുട്ട് ഫോർവേഡ് ദിസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ BH വെസ്ലിയും MS മാക്ലീനുമാണ് ഈ ഒരു മോഡലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ന്യൂകോംസ് ABX മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദേ എക്സ്റ്റെൻഡ് ഇറ്റ് ടു എ മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അപ്പോൾ ABX മോഡൽ എന്ന് പറയുന്ന ന്യൂകോമിൻ്റെ ABX മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിനെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ABX എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ആ ഒരു മോഡലിനെ ഇവർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ ഒരു മോഡലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ന്യൂകോംസ് മോഡൽ represented mainly interpersonal communication process and it was triangular in shape with A, B and X interacting equilaterally. അപ്പോൾ ന്യൂകോംബിൻ്റെ മോഡൽ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെയാണ് ന്യൂകോംബിൻ്റെ മോഡൽ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. അത് ഒരു ട്രയാങ്കുലാർ ഷേപ്പായിരുന്നു. എയും ബിയും എക്സും അതിലെ ഇക്വലേറ്ററിലി ഇൻ്ററാക്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിനെ എടുത്ത് മാസ് കമ്മ്യൂണിക്കേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവർ ചെയ്തത്. ഇൻ അപ്ലൈയിങ് ദ മോഡൽ ടു എ മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വെസ്ലി ആൻഡ് മാക്ലീൻ ബ്രിങ്സ് എ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് brings A-നെ കമ്മ്യൂണിക്കേറ്റർ ആക്കി ആൻഡ് C മാസ് കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ വിച്ച് പെർഫോംസ് ദ ഗേറ്റ് കീപ്പിംഗ് ഫംഗ്ഷൻ ചെയ്യുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷനെ ആക്കി C-നെ ടുഗദർ. അപ്പോൾ വെസ്ലിയും മാക്ലീനും A എടുത്തിട്ട് കമ്മ്യൂണിക്കേറ്റർ ആക്കി, C എടുത്തിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ വിച്ച് പെർഫോംസ് ദ ഗേറ്റ് കീപ്പിംഗ് ഫംഗ്ഷൻ ചെയ്യുന്ന ആളാക്കിയിട്ട് C-നെ മാറ്റി ടുഗദർ പരസ്പരം. B ഈസ് ക്ലാസിഫൈഡ് ആസ് ഓഡിയൻസ്. B-നെ എന്താക്കി? ഓഡിയൻസ് ആക്കി മാറ്റി. ന്യൂസ് സ്റ്റോറീസ് എന്താണ്? X1 X2 മുതൽ XN വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു നമ്പേഴ്സ് ആക്കിയിട്ട് ന്യൂസ് സ്റ്റോറീസിനെ മാറ്റി. റീച്ച് ദ ഓഡിയൻസ് ത്രൂ ദ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ദ മീഡിയ ഓർഗനൈസേഷൻ. ദ മെയിൻ തേഴ്സ്റ്റ് ഓഫ് ദ മോഡൽ അപ്പിയേഴ്സ് ടു ബി എംഫസൈസിങ് the dependence of B upon A and C. The model is graphically presented below. News stories reach the audience through the communicator and the media organization. അപ്പോൾ ഓഡിയൻസിലേക്ക് ന്യൂസ് സ്റ്റോറീസ് എത്തുന്നത് ഏത് വഴിയാണ്? കമ്മ്യൂണിക്കേറ്റർ വഴിയും മീഡിയ ഓർഗനൈസേഷൻ വഴിയുമാണ്. ദ മെയിൻ ടേസ്റ്റ് ഓഫ് ദ മോഡൽ അപ്പിയേഴ്സ് ടു ബി എംഫസൈസിങ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ബി അപ്പോൺ എ ആൻഡ് സി. അപ്പോൾ എയുടെയും സിയുടെയും ബിയുടെ മേലിലുള്ള ഒരു എംഫസൈസിങ്ങും ഡിപ്പെൻഡൻസും ആണ് ഈ ഒരു മോഡലിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു മോഡലിനെ ഗ്രാഫിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പം നിങ്ങൾ കണ്ടോ, X1 X2 X3 X4 XN എഴുതിയിട്ടുള്ള ബോക്സസ് കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ബോക്സസ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ന്യൂസ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻഫർമേഷനെയാണ് ആ ഒരു X1 മുതൽ XN ഇൻഫിനിറ്റി ആയിട്ടുള്ള നമ്പേഴ്സ് ആയിട്ട് നിൽക്കുന്ന X1 X2 X3 ആയിട്ട് നിൽക്കുന്ന ന്യൂസ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണ് ആ ഒരു ബോക്സ്. അതിൽ നിന്ന് X1 ആയിട്ടും X2 ആയിട്ടും X3 ആയിട്ടും X4 ഒക്കെ ആയിട്ട് A എന്ന് പറയുന്ന ബോക്സിലേക്ക് ആരോ മാർക്സ് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു A എന്ന ബോക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കമ്മ്യൂണിക്കേറ്റർ അഥവാ നമുക്ക് ന്യൂസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടർ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ആ ഒരു A എന്ന് പറയുന്ന ബോക്സ്. അതിൽ നിന്നും ഈ ഒരു ന്യൂസസ് സിയിലേക്ക് പോകുന്നുണ്ട്. അതിനൊരു ആരോ മാർക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. സി എന്ന് പറയുന്നത് എന്താണ്? മീഡിയ ആണ്. അപ്പോൾ മീഡിയയിലേക്ക്
എയിൽ നിന്നും ആരോ മാർക്ക് വരുന്നുണ്ട്, X3യിൽ നിന്നും X4ൽ നിന്നും ആരോ മാർക്ക് വരുന്നുണ്ട്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കമ്മ്യൂണിക്കേറ്ററിൽ നിന്നും ഈ ഒരു X1, X2, X3 എല്ലാം ചേർന്നിട്ട് ഒരു ന്യൂസ് ആയിട്ട് സിയിലേക്ക് പോകുന്നു. അതുകൂടാതെ X3യിൽ നിന്നും X4ൽ നിന്നും നേരിട്ട് ന്യൂസസ് മീഡിയയിലേക്കും എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിയിൽ നിന്നും ബിയിലേക്ക് ഒരു ആരോ മാർക്ക് പോകുന്നുണ്ട്. അപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നു. സി എന്താണ്? മീഡിയയിൽ നിന്നും ഓഡിയൻസിലേക്ക് ഈ ന്യൂസ് എത്തുന്നു. അപ്പോൾ ഇതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും ന്യൂസസ് ഒക്കെ റിപ്പോർട്ടർ കളക്ട് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റർ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് മീഡിയയിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ കൊടുക്കുന്നു. ആ ഒരു ഓർഗനൈസേഷൻ അത് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു. ആ ഒരു ന്യൂസസിനെ എല്ലാം ഓഡിയൻസിലേക്ക് ആ ഒരു ഓർഗനൈസേഷൻ എത്തിക്കുന്നു. അത് ഇത്രയേ ഉള്ളൂ ആ ഒരു സംഭവം. ഫീഡ്ബാക്കിന്റെ ഒരു ലൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് F എന്നാണ്. ബിയിൽ നിന്നും എയിലേക്ക് എത്തുന്ന ഫീഡ്ബാക്ക് ലൂപ്പിന് എന്താന്ന് പറയുന്നത്? FBA എന്നാ പറയുന്നത്. ബിയിൽ നിന്നും സിയിലേക്ക് എത്തുന്ന ഫീഡ്ബാക്ക് ലൂപ്പിനെ എന്ത് പറയുന്നു? FBC എന്ന് പറയുന്നു. ഇനി സിയിൽ നിന്നും എയിലേക്ക് എത്തുന്ന ഫീഡ്ബാക്ക് ലൂപ്പിനെ എന്ത് പറയുന്നു? FCA എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു സംഭവം. അപ്പോൾ X1, X2, X3 ആൻഡ് XN എന്ന് പറയുന്നത് ന്യൂസ് ആർട്ടിക്കിൾസ് ഓർ ഇൻഫർമേഷൻ ആണ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് F ആണ്. കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത് A ആണ്. ഓഡിയൻസ് എന്ന് പറയുന്നത് B ആണ്. ആൻഡ് ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത് C ആണ്. ഫീഡ്ബാക്ക് ലൂപ്പ് ബിറ്റ്വീൻ ഓഡിയൻസ് B ആൻഡ് മീഡിയ C എന്ന് പറയുന്നത് FBC ആണ്. ഫീഡ്ബാക്ക് ലൂപ്പ് ബിറ്റ്വീൻ മീഡിയ C ആൻഡ് കമ്മ്യൂണിക്കേറ്റർ A എന്ന് പറയുന്നത് FCA ആണ്. ഫീഡ്ബാക്ക് ലൂപ്പ് ബിറ്റ്വീൻ ഓഡിയൻസ് B ആൻഡ് കമ്മ്യൂണിക്കേറ്റർ A എന്ന് പറയുന്നത് FBAയുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെസ്ലിയുടെയും മാക്ലിൻ്റെയും മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവരെന്താ ചെയ്തിട്ടുള്ളത്? ന്യൂകോംബിന്റെ ABX മോഡലിലേക്ക് ഈ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ന്യൂകോംബിന്റെ ABX മോഡൽ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെയാണ് ABX മോഡൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതിനെ ഇവർ അപ്ലൈ ചെയ്ത് കൊടുത്തു. മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു മോഡൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എന്തിനൊക്കെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്നാവാം ക്വസ്റ്റ്യൻ വരിക, അതല്ലെങ്കിൽ ഇതിനെ ഒന്ന് വിശദീകരിക്കാനാവും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനനുസരിച്ച് എഴുതിക്കോളൂ കേട്ടോ. ഇനി അടുത്ത മോഡലാണ് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. ഇന്ത്യയിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള ചില മോഡൽസ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം. അതല്ല ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല. അപ്പോൾ നാട്യശാസ്ത്രത്തിൽ നിന്നൊക്കെയാണ് ഇത്തരം ഒരു മോഡൽ കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണീകരൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇന്ത്യൻ മോഡലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് ഈ ഒരു ടേമിനെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സാൻസ്ക്രിറ്റ് വേർഡായിട്ടുള്ള സാധാരൺ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതുപോലെ ഇംഗ്ലീഷിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ജനറലൈസ്ഡ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ എന്നൊക്കെയാണ്. ഈ കൺസെപ്റ്റ് വേറൊരു കൺസെപ്റ്റുമായിട്ട് ബൗണ്ടായിട്ടാണ് ഇരിക്കുന്നത്. സഹൃദയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ടാണ് ഈ ഒരു സാധാരണീകരൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബൗണ്ടായിട്ട് ഇരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ എ സ്റ്റേറ്റ് ഓഫ് കോമൺ ഓറിയന്റേഷൻ, കോമണാലിറ്റി ഓർ വൺനെസ്, അതായത് ഒരു കോമൺ ഓറിയന്റേഷൻ, ഒരു സഹൃദയത എന്ന് വെച്ചാൽ ഒന്നാവുക അല്ലെങ്കിൽ കോമൺ ആക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് സഹൃദയത എന്ന് പറയുന്നത്. സാധാരണീകരൻ ഈസ് ദ അറ്റൈൻമെന്റ് ഓഫ് സഹൃദയത ബൈ ദ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസിൽ നിന്നും സഹൃദയത അറ്റൈൻമെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സാധാരണീകരൻ എന്ന് പറയുന്നത്. ഓക്കെ, when senders and receivers accomplish the process of sadharanikaran, they attain സഹൃദയത and become സഹൃദയാസ്. അപ്പോൾ സാധാരണീകരൻ പ്രോസസ്സിലൂടെ സഹൃദയത അറ്റൈൻ ചെയ്യുമ്പോൾ അവരെന്തായി മാറുന്നു? സഹൃദയ, അതായത് സഹൃദയന്മാരായി മാറുന്നു. ഇൻ അതർ വേർഡ്സ്, വേറൊരു വാക്കുകളിൽ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ്, ഫോർ എക്സാമ്പിൾ ആക്ടർ ആൻഡ് ഓഡിയൻസ് ബിക്കം സഹൃദയാസ് വെൻ ദേ ആർ എൻഗേജ്ഡ് ഇൻ എ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ ലീഡിംഗ് ടു ദ അറ്റൈൻമെന്റ് സഹൃദയത. അപ്പോൾ സഹൃദയത എന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആക്ടറും ഓഡിയൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ. അപ്പോൾ
ഒരു ആക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ സഹൃദയർ മനസ്സിലാക്കുക. അതായത് ഒരു ആക്ടർ ചെയ്യുന്ന ആ ഒരു ആക്ടിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കത് ആസ്വാദ്യകരമാകുകയാണെങ്കിൽ നമ്മൾ എന്തായി, സഹൃദയരായി. ഓക്കെ, അപ്പോൾ നമ്മൾ സഹൃദയത അറ്റൈൻ ചെയ്തവരായി. ഓക്കെ, അപ്പോൾ നമ്മളാണ് സഹൃദയർ. ഇതാണ് ഈ ഒരു കൺസെപ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റേജ് സാധാരണീകരൻ ഈസ് അക്കംപ്ലിഷ്ഡ്. അപ്പോൾ അവിടെ സാധാരണീകരൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് അക്കംപ്ലിഷ് ആവുന്നു. ദസ് ദ എസെൻസ് ഓഫ് സാധാരണീകരൻ ഈസ് ടു അച്ചീവ് കോമൺനെസ് ഓർ വൺനെസ് എമംഗ് ദ പീപ്പിൾ. അപ്പോൾ ഇതിൻ്റെ സാധാരണീകരൻ എന്ന് പറയുന്നതിൻ്റെ സത്ത എന്ന് പറയുന്നത് എന്താണ്, സത്ത എന്ന് പറയുന്നത് എന്താണ്, കോമൺനെസ് ഓർ വൺനെസ് എമംഗ് ദ പീപ്പിൾ. പീപ്പിളിലെല്ലാവരും ജനങ്ങളെല്ലാവരും ഒന്നാവുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു കോമൺനെസ് വരിക, ഒരു ഒരുമ, ഒരു എന്താണ്, എല്ലാവരും ഒരു സഹൃദയരാവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇൻ ദ ലൈറ്റ് ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണീസ് ആൻഡ് ഇറ്റ്സ് മോഡേൺ ഇംഗ്ലീഷ് വേർഷൻ കമ്മ്യൂണിക്കേഷൻ കം ക്ലോസ് ടു സാധാരണീകരൻ. അപ്പോൾ കമ്മ്യൂണീസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ലാറ്റിൻ വേർഡും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഷനും ഒക്കെ സാധാരണീകരൻ എന്ന് പറയുന്ന സംസ്കൃത വേർഡിനോട് സാദൃശ്യം പുലർത്തുന്നുണ്ട്. അപ്പോൾ അതാണ് സാധാരണീകരൻ മോഡേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഒരു ഇന്ത്യൻ വേർഷൻ ആണ്. ഇത് എവിടുന്നാണ് വന്നിട്ടുള്ളത്, നാട്യശാസ്ത്ര ഓഫ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതൊരു സാൻസ്ക്രിറ്റ് വേർഡ്, സാധാരൺ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ഡിറൈവ് ആക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്താണ്, ഇംഗ്ലീഷ് മീനിങ് ജനറലൈസ്ഡ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ ഒക്കെയാണ് ഇംഗ്ലീഷ് മീനിങ് വരുന്നത്. ഇനി ഇതിൽ വേറൊരു കൺസെപ്റ്റ് ബൗണ്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതേതാണ് കൺസെപ്റ്റ്, സഹൃദയത. ഇതാണ് ആ കൺസെപ്റ്റ്. അപ്പോൾ സഹൃദയതയുടെ അറ്റൈൻമെൻ്റ് ആണ് സാധാരണീകരൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് സഹൃദയത കൈവരുന്നത്, ആക്ടറും ഓഡിയൻസും തമ്മിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് റിലേഷനിൽ എൻഗേജ്ഡ് ആകുമ്പോൾ അവിടെ സഹൃദയത അറ്റൈൻമെൻ്റ് ആകുന്നു. അങ്ങനെ സാധാരണീകരൻ അക്കംപ്ലിഷ് ആകുന്നു. ഇനി സാധാരണീകരന്റെ അന്തസത്ത എന്ന് പറയുന്നത് എന്താണ്, കോമൺനെസ് ഓർ വൺനെസ് എമംഗ് ദ പീപ്പിൾ. കോമൺനെസ് ഓർ വൺനെസ് എമംഗ് ദ പീപ്പിൾ എന്നാണ്. കമ്മ്യൂണിസ്റ്റ് എന്നും കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ്സിനോടൊക്കെ സാധാരണീകരൻ എന്ന വേർഡിന് എന്തുണ്ട്, സാദൃശ്യമുണ്ട്. സാധാരണീകരൻ എന്ന മോഡലിലെ എലമെന്റ്സ് എത്ര ഉണ്ട് നോക്കാം. 9 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സഹൃദയ എന്ന് പറയുന്നത് ആരൊക്കെയാണ്, പ്രേക്ഷക അല്ലെങ്കിൽ സെൻഡർ. പ്രേക്ഷകനും പ്രാപകയുമാണ് ഇവിടുത്തെ സഹൃദയാസ്. പ്രേക്ഷക എന്ന് പറയുന്നത് സെൻഡർ ആണ്, പ്രാപക എന്ന് പറയുന്നത് റിസീവർ ആണ്. അവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ സഹൃദയാസ്. ഭാവ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂഡ്സ് ഓർ ഇമോഷൻസ്. ആ ഒരു മൂഡിനെയും ഇമോഷനെയും ഒക്കെ ആണ് പറയുന്നത് ഭാവ എന്ന് പറയുന്നത്. അഭിവ്യഞ്ജന എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്രഷൻ ഓർ എൻകോഡിങ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ എൻകോഡ് ചെയ്യുക, അതിനെയാണ് അഭിവ്യഞ്ജന എന്ന് പറയുന്നത്. അടുത്തതാണ് സന്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് ഓർ ഇൻഫോർമേഷൻ. മെസ്സേജിനെയോ ഇൻഫർമേഷനെയോ ആണ് പറയുന്നത് സന്ദേശ. അടുത്തത് സരണി എന്ന് വെച്ചാൽ ചാനൽ. അടുത്തത് രസാസ്വാദന. എന്താണ്, ഫസ്റ്റ്ലി റിസീവിങ്, ഡീകോഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ മെസ്സേജ് ആൻഡ് ഫൈനലി അച്ചീവിംഗ് ദ രസ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്, ഫസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യും, എന്നിട്ട് ഡീകോഡ് ചെയ്യും, എന്നിട്ട് ആ മെസ്സേജിനെ ഇന്റർപ്രറ്റ് ചെയ്യും, ആൻഡ് അവസാനം നമ്മൾ രസ അച്ചീവ് ചെയ്യുന്നു. അതാണ് രസാസ്വാദന. നമ്മൾ ആ ഒരു സംഭവത്തെ ആസ്വദിച്ചു എന്ന് പറയുമല്ലോ, നമുക്ക് ആ ഒരു സംഭവം ആസ്വാദികരമായി രസാസ്വാദനം നടന്നു, അതിനെയാണ് രസാസ്വാദന എന്ന് പറയുന്നത്. അടുത്തത് ദോഷാസ് എന്ന് പറയുന്ന ദോഷങ്ങൾ, അത് നോയ്സസ് ആണ്. അടുത്തതാണ് സന്ദർഭ എന്ന് വെച്ചാൽ ആ ഒരു സന്ദർഭം, കോണ്ടെക്സ്റ്റ്. അടുത്തത് പ്രതിക്രിയ എന്ന് പറയുന്നത് തിരിച്ച് നമ്മൾ എന്ത് പറയുന്നു, പ്രോസസ് ഓഫ് ഫീഡ്ബാക്ക് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു ഫീഡ്ബാക്കിനെയാണ് പ്രതിക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയുള്ള 9 എലമെന്റ്സ്, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ക്ലിക്കാവും അല്ലേ. കാരണം എന്താണ്, നമുക്ക് പരിചയമുള്ള പദങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സാധാരണീകരൻ മോഡൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറയുന്നത്. സിമ്പിളാണ്, മനസ്സിലാക്കി വെച്ച സിമ്പിളാണ്, നമുക്ക് കയ്യിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. കുറച്ച് ടേംസൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയാണ്.
ഇനി അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയ ആണ്. അത് അടുത്ത വീഡിയോയിൽ ഇടാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എല്ലാം ഈ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടന്നിട്ടില്ല. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയ ആണ്. അത് അടുത്ത വീഡിയോയിൽ ഇടാം. പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ, എക്സാം ആയല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.